നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പുതിയ വാർഷിക കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. നേരത്തെ ഉണ്ടായിരുന്ന 4 കാറ്റഗറികൾ ഇപ്പോൾ 3 ചുരുക്കിയിരിക്കുകയാണ് എന്നതാണ് ഇതിലെടുത്തു പറയുന്ന ശ്രദ്ധേയമായ കാര്യം. കാറ്റഗറി എ ഗ്രേഡിൽ തന്നെ 3 രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. തലപ്പത്തുണ്ടായിരുന്ന ഗ്രേഡ് A+ കാരാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. പകരം ഇനി ഗ്രേഡ് എ, ഗ്രേഡ് ബി, ഗ്രേഡ് സി എന്നിവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ ഗ്രേഡ് A+ ഉൾപ്പെട്ട ഇതിഹാസ താരങ്ങളും മുൻ ക്യാപ്റ്റന്മാരുമായിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പുതിയ കരാറിൽ വലിയ തിരിച്ചടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് രീതിയിൽ തന്നെ ഇവർ മാറ്റുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഗ്രേഡ് ബിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് എന്ന് പറയാം. രണ്ടുപേരും ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ കളിക്കുന്നുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിന് കാരണങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ മുൻപും പല താരങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. BCCIയുടെ പുതിയ കരാറിൽ നിന്നും ചില വമ്പൻ കളിക്കാർ ഒഴിവാക്കപ്പെട്ടതായി കാണപ്പെടുകയും ചെയ്യുന്നത് വളരെയധികം തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് സ്റ്റാർ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമി വാർഷിക കരാറിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു എന്നത് തന്നെയാണ്. ഇതോടെ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറും ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെയും അവസാനിച്ചുവെന്ന് കരുതേണ്ടതായി വരുമെന്ന് കൂടി കൂട്ടിച്ചേർക്കാം. ഈ വർഷം തന്നെ എടുത്തു നോക്കിയാൽ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുകയും ഇപ്പോൾ T20 ലോകകപ്പിൽ തന്നെ ഫസ്റ്റ് ചോയ്സ് കീപ്പറുമായ ഇഷാൻ കിഷനും കരാറിന്റെ ഭാഗമല്ല എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ലെന്ന കാരണത്താലാണ് അദ്ദേഹത്തെ അവഗണിക്കപ്പെട്ടതെന്നും അവഗണിക്കപ്പെടുത്തിയതെന്നും പറയുന്നു. ഷമിയെ കൂടാതെ തന്നെ നേരത്തെ കരാറിൽ ഉൾപ്പെട്ട ശേഷം ഇപ്പോൾ പുറത്താക്കപ്പെട്ട മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് പേസർ മുകേഷ് കുമാറും മധ്യനിര ബാറ്ററും കൂടിയിട്ടുള്ള സർഫ്രസ് ഖാനും രജത് പാട്ടിദാറും അതുപോലെ എന്നിവരുമുള്ള ഒരു പട്ടിക തന്നെയാണ്. BCCIയുടെ പുതിയ വാർഷിക കരാർ ലിസ്റ്റ് എന്ന് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രേഡ് എയിൽ ശുഭ്മൻ ഗിൽ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ മാത്രമാണുള്ളത്. ഗ്രേഡ് ബിയിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, KL രാഹുൽ, മുഹമ്മദ് സിറാജ്, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ എന്നിവരാണ് ഗ്രേഡ് ബിയിൽ ഇപ്പോൾ പറയുന്ന പട്ടികയിലുള്ളത്. ഗ്രേഡ് സിയിൽ അക്സർ പട്ടേൽ, തിലക് വർമ്മ, റിങ്കു സിംഗ്, ശിവം ദുബെ, സഞ്ജു സാംസൺ, അർഷ്ദീപ് സിംഗ്, പ്രശസ്ത് കൃഷ്ണ, ആകാശ് ദീപ്, ധ്രുവ് ജുറേൽ, അതുപോലെ തന്നെ ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, നിതീഷ് കുമാർ റെഡ്ഡി, അഭിഷേക് ശർമ്മ, സായി സുദർശൻ, രവി ബിഷ്ണോയ്, ഋതുരാജ് ഗേക്വാദ് ഇവരൊക്കെയാണ് ഗ്രേഡ് സിയിലുള്ളത്. ഗ്രേഡ് സിക്ക് അംഗങ്ങൾ കൂടുതലാണ്. എല്ലാ വർഷവും അതുപോലെ തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിലും രോഹിതും കോഹ്ലിയും കൂടി ഗ്രേഡ് ബിയിലേക്ക് താഴെത്തട്ടിലേക്ക് ഇറങ്ങിയത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത്ഭുതപ്പെടുത്തുകയും അതുപോലെ എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം.